നാടൻ പച്ചമുളക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിന് വേണ്ട വളപ്രയോഗങ്ങൾ എങ്ങനെയാണെന്നും ഞാൻ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നും നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് നല്ല പോലെ കായ്ഫലം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു, എൻ്റേതായിട്ടുള്ള ഒരു വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ വെക്കേണ്ടത്, തൈ ആദ്യം വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ അത് വളർന്നു വരുംതോറും എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കാണാറുള്ളത് പോലെ, കൃഷിക്കാർ ചെയ്യുന്നത് പോലെ എല്ലാവിധ വളങ്ങളും ഐറ്റങ്ങളൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഈ അടുക്കള പ്രദേശത്തെ അടുക്കളത്തോട്ടത്തിലൊക്കെ ഈ പച്ചമുളകാണ് നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ അത് 2-3 തൈകളൊക്കെ കാണാറുള്ളൂ. അതിലാണെങ്കിൽ കൂടുതൽ പരിചരണം കൊടുക്കാനൊന്നുമുള്ള സമയമൊന്നും നമ്മൾക്ക് ഉണ്ടാവുകയുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ അതിന് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അത് ദിവസവും പോയി ചെയ്തൊന്നും കൊടുക്കേണ്ടതില്ല, ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൂക്കാനൊക്കെ ഉള്ള ഒരു ടൈം ആവുന്ന സമയത്ത് നമ്മൾ അതിന് എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് ചെറിയ തൈ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ആ മണ്ണിൽ അല്പം എല്ലുപൊടിയും ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തൈ വെച്ച് പിടിപ്പിക്കുക. 2-3 ഇല പ്രായമുള്ള തൈകൾ വെച്ച് പിടിപ്പിക്കുക. നനച്ച് കൊടുക്കുക ദിവസവും. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ ഏതാണ്ട് ഒരു കുറച്ച് പൊക്കത്തിലായി വരുമ്പോൾ തന്നെ, ഒരു 30 സെൻറ്റിയൊക്കെ ആയി വരുമ്പോൾ തന്നെ നമ്മൾ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് കുതിർത്ത് വെക്കുക. ഈ കുതിർത്ത് വെച്ച ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഇതിന് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെടിയുടെ തണ്ടിന്മേലാവാതെ തണ്ടിന് ചുറ്റിലും ഒഴിച്ചു കൊടുക്കുക. മണ്ണിട്ട് മൂടിക്കളയുക. അതിനുശേഷം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാം കൂടുതൽ ഇലകളും ശിഖരങ്ങളുമൊക്കെ ആയിട്ട് പടർന്ന് വലുതായി വരുന്നത് കാണാം. പിന്നീട് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് കാണാം. അത് കായ ആവുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും. ഇത് ഇത്രയും നല്ല പോലെ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനായിട്ട് സമയം കണ്ടെത്തേണ്ടതൊന്നുമില്ല. അല്പനേരം ഒന്ന് മാറ്റി വെക്കാനേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് പോലെ കുമ്മായം ചേർക്കുക, ഡോളോമൈറ്റ് ചേർക്കുക, വേറെ ഓരോരോ കീടനാശിനികളൊക്കെ തളിക്കുക. ഇങ്ങനെ കണ്ട ഒരു സംഗതിയും ഞാൻ ചെയ്യുന്നില്ല. ഞാനാകെ ഇതാണ് ചെയ്യുന്നത്. അല്പം കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നീട് അത് നിറയെ പൂക്കളും കായകളൊക്കെ ആവുന്നു. അത് മൂത്ത് വരുന്നു. നമ്മൾ അത് പറിച്ചെടുക്കുന്നു, വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഒരു സീസണിൽ എല്ലാ പൂക്കളും കായായി നമ്മൾ പറിച്ചു കഴിഞ്ഞു. വീണ്ടും നമ്മൾ കടലപ്പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷമുള്ള കടലപ്പിണ്ണാക്ക് വീണ്ടും നമ്മൾ അതിന് ചേർത്ത് കൊടുക്കുക. അത് വീണ്ടും തളർത്തൊക്കെ വരും. അതിന് ചുവട്ടിൽ കളകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഈ കളകൾ നമ്മൾ, അതായത് ഈ പുല്ല്, ചെറിയ പച്ചില ചെടികളൊക്കെ അല്ലേ, അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ പറിച്ച ശേഷം അതിന് ചുവട്ടിൽ തന്നെ കൂട്ടിയിടുക. അപ്പോൾ മണ്ണും അവിടെ തട്ടിയിടുക. അപ്പോൾ അത് അവിടെ കിടന്ന് ചീഞ്ഞ് വളമായി മാറും. അതും ഈ ചെടിക്ക് ഒരു പോഷകം തന്നെയാണ്. അപ്പോൾ ജൈവവളം വീണ്ടും അവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പച്ചമുളക് എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏത് സീസണിലും നമുക്ക് ഇങ്ങനെ കായ പറിക്കാൻ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരിക്കലും കടയിൽ നിന്ന് ഒരുപാട് മരുന്നുകളൊക്കെ തളിച്ചിട്ട് കൊണ്ടുവരുന്ന ആ മുളകൊന്നും നമുക്ക് വാങ്ങേണ്ടതായി വരുന്നില്ല. പിന്നെയാണ് രാവിലെ ചട്ടണിക്കൊക്കെ ഉപയോഗിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മുളകാവുമ്പോൾ സുരക്ഷിതമാണ്.
അപ്പോൾ ഇത് ഗ്രോ ബാഗിലും ചെയ്യാം, ചെടിച്ചട്ടിയിലും ചെയ്യാം, പിന്നെ വെറും നിലത്തോ ആയാലും ചെയ്യാം. എല്ലാ രീതിയിലും ഈ വളപ്രയോഗം ചെയ്യാം. അപ്പം ഞാൻ ആകെ ചെയ്ത് കൊടുക്കുന്നത് കൃത്യമായിട്ട് ഈ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ചില സമയത്ത് മഞ്ഞൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒരു മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിലിൽ ഒഴിക്കുക. അതിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുലുക്കി ഇളക്കിയ ശേഷം അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇലകളിലും പൂക്കളിലുമൊക്കെ ഉണ്ടാകുന്ന പ്രാണികളോ ഈ വെള്ളീച്ചകളോ ഒക്കെ പിന്നെ പോയി കഴിയും. അപ്പോൾ മഞ്ഞൾ നല്ലൊരു കീടനാശിനിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ആ മഞ്ഞൾ വെള്ളം കൂടി നമ്മൾ അതിൽ തളിച്ച് കൊടുത്തത് കൊണ്ട് അതിന് കീടാണുക്കളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെയും കടലപ്പിണ്ണാക്കൊക്കെ ചേർക്കുന്നു. അത് ഫുൾ ടൈം കടലപ്പിണ്ണാക്ക് ചേർക്കേണ്ടതില്ല കേട്ടോ. തൈ ഒന്ന് ഇലയൊക്കെ വളർച്ച മുരടിക്കുന്നതായിട്ട് തോന്നുമ്പോൾ നമ്മളൊന്ന് കടൽപ്പിണ്ണാക്ക് കൊടുത്താൽ മതി. അന്നേരം മാത്രം നമ്മൾ അതിന് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നു, അത്രയേ വേണ്ടൂ. ബാക്കിയുള്ളത് അവ വലിച്ചെടുത്തുകൊള്ളും. അപ്പോൾ നാടനാണെങ്കിൽ 4-5 വർഷത്തോളം ഒരു തൈ നിൽക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ എന്നെക്കാളും പൊക്കത്തിൽ ഉയർന്ന ഒരു തൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇനം മുളക് ഉണ്ടായിരുന്നു. അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ മുകളിലേക്ക് കൈ ഉയർത്തി വേണം പറിച്ചെടുക്കാൻ. ആ ടൈം, അതായത് അത്രയും വളർച്ച എത്തുമ്പോഴേക്കും 4 വർഷത്തെ വളർച്ച എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മണ്ണൊന്ന് കൂട്ടിയിട്ട് കൊടുക്കും. പിന്നെ അതിന് മൂട്ടിൽ ഉള്ള മണ്ണിനെ ഇളക്കി വെച്ച് കടലപ്പിണ്ണാക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ മണ്ണിട്ട് കളകളൊക്കെ ഇട്ട് മണ്ണിട്ട് മൂടുക. ഇങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ട് കൊടുക്കും. അതുകൊണ്ട് എനിക്ക് കടയിൽ പോകേണ്ടി വരുന്നില്ല. പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ മുറ്റത്തോട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെടികൾക്കിടയിലൊക്കെ ഇത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ചെടിയെ പരിചരിക്കുമ്പോൾ, അപ്പോൾ ചെടിയെ നനച്ചെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് പറിച്ചെടുക്കാനും അല്ല ഈ തൈകളെ സംരക്ഷിക്കാനും ഒക്കെ സാധിക്കും. ചെടിയാവുമ്പോൾ മുറ്റത്ത് തന്നെയാണല്ലോ ഉണ്ടാവുന്നത്. ചെടികൾക്കിടയിൽ ഇത് പച്ചമുളകിൻ്റെ ഒരു ചട്ടി കൂടി വയ്ക്കുമ്പോൾ അതും നമുക്കൊരു ആനന്ദം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മതിലിൽ പച്ചമുളകൊക്കെ ഇങ്ങനെ വിളഞ്ഞ് മൂത്ത് ചുവന്ന നിറത്തിൽ പഴുത്ത് ഒക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമുണ്ട്. ഈ പൂക്കളെ കാണുന്നതിലോ ആനന്ദം ഒരു വീട്ടമ്മയ്ക്ക് ഈ പച്ചമുളകോ അല്ലെങ്കിൽ വേറെ വെണ്ട, പയർ ഇങ്ങനെ എന്തെങ്കിലും പച്ചക്കറി സാധനങ്ങളോ കാണുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് ലഭിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. അതുകൂടി പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു തരും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത് തരും. പിന്നെ എല്ലാവരോടും എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ ഞാൻ ഒരുപാട് നന്ദി ഇപ്പോഴേ പറയുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ തരിക. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ പച്ചമുളകിൻ്റെ തൈ നടുക. 100% നിങ്ങൾ വിജയിച്ചിരിക്കും, ഉറപ്പായും.
നിങ്ങൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല. കടലപ്പിണ്ണാക്കാണെങ്കിൽ എത്രയോ വില കുറവുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും വരുന്നില്ല അത് ഉപയോഗിക്കുന്നത് മൂലം. കഞ്ഞിവെള്ളമാണെങ്കിൽ ദിവസവും വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടും നമുക്കൊരു പ്രശ്നവും വരുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഈ വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് അത്രയോ ഉപകാരപ്പെടുമെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക. ഇനി കടയിലൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി അത് പിന്നെ ഈ ചെടിയിലൊന്നും ചെയ്യരുത്. കാരണം അതൊന്നും അത്ര നല്ലതല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ അത്ര മരുന്നുകൾ തളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ വീട്ടിലുണ്ടാക്കണം എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചമുളകിനോ പയറോ വെണ്ടയോ തക്കാളി എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ മഞ്ഞൾ വെള്ളമൊക്കെ കലക്കി പിന്നെ സ്പ്രേ അടിച്ചിട്ടൊക്കെയുള്ളൂ കീടങ്ങളെ അകറ്റാൻ പാടുള്ളൂ. മറ്റ് കീടനാശിനികളൊന്നും വാങ്ങി ഇതിൽ സ്പ്രേ ചെയ്യരുത്. കാരണം അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമേ വരുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുക. Okay, thank you.